വോട്ട് ചെയ്തില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കുമെന്നും റേഷൻ കാർഡ് റദ്ദാക്കുമെന്നുമുള്ള പ്രചാരണത്തെ തുടർന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങുന്നു. വരാനിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പും പെരുന്നാളും മുന്നിൽ കണ്ടാണ് പലരും മടങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. അസം, പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് കേരളത്തിൽ കൂടുതലുള്ളത്. തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ട്രെയിനുകളിൽ ടിക്കറ്റുകൾ വരെ ബുക്ക് ചെയ്ത് നൽകിയതായും വിവരമുണ്ട്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ തിരികെ വരൂവെന്ന് പലരും തൊഴിലുടമകളെ അറിയിച്ചു കഴിഞ്ഞു. ഇതോടെ നിർമ്മാണം, കാർഷികം, പ്ലൈവുഡ് വ്യവസായം, ഹോട്ടൽ, റെസ്റ്റോറന്റ് മേഖലകൾ എന്നിവയിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമായി. പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിലാണ് കൂടുതൽ ബാധിച്ചത്. തൊഴിലാളികളുടെ കുറവിനെ തുടർന്ന് ദിവസക്കൂലി 800 രൂപയിൽ നിന്ന് 1000 രൂപയ്ക്ക് മുകളിലെത്തി. ഞാറുനടിയിൽ, നിലമൊരുക്കൽ തുടങ്ങിയ കാർഷിക ജോലികൾക്കായി പശ്ചിമബംഗാൾ തൊഴിലാളികളെയാണ് കർഷകർ വർഷങ്ങളായി ആശ്രയിക്കുന്നത്. ഇവരുടെ അഭാവം കൃഷിച്ചെലവ് വർദ്ധിപ്പിക്കുമെന്ന് കർഷകർ ആശങ്കപ്പെടുന്നു. പ്രാദേശിക തൊഴിലാളികളെ ഉപയോഗിച്ചാൽ ഇരട്ടിയിലധികം ചെലവ് വരുമെന്നും അത് കൃഷിയിൽ നിന്ന് കർഷകരെ അകറ്റാൻ ഇടയാക്കുമെന്നും വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.